ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് കുക്കറിലല്ല പാസ്ത ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഇത്തിരി ഉപ്പും വെള്ളം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് പാസ്ത ഇട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. ചായയൊക്കെ റെഡിയായി. ഞാൻ ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഒരു ഇച്ചിരി വെള്ളം ഒന്നൊഴിച്ചിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസും മയോണൈസും ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ വാർത്ത് വെള്ളം വാലാൻ വെച്ചിരുന്ന പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തുണികളൊക്കെ കഴുകാനായിട്ട് ഇട്ടു. പിന്നെ കൊച്ചിന് ടിഫിന് കൊടുത്തത് ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും. അവന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ഇന്ന് ടിഫിൻ അതാ കൊടുത്തത്. പിന്നെ ഞാനിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഒരാൾക്കാണെങ്കിൽ 1 കപ്പ് ഒക്കെ മതി, അത് ഒത്തിരി കാണും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈരാണ് ചേർത്തത്. ഇപ്പം നിങ്ങൾക്ക് തൈര് ചേർക്കാതെ പാലും കൊണ്ടാണെങ്കിലും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ പാലും കൊണ്ട് ചെയ്യുവാണെങ്കിൽ വെജിറ്റബിൾസും ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് കൈ കൊണ്ട് നന്നായി ഓട്സും വെജിറ്റബിൾസും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമേ പാലൊഴിക്കാവേ. കാരണം നമ്മൾ ഈ വെജിറ്റബിൾസ് ഇതെല്ലാം കൂടെ നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴേ കുറച്ച് വെള്ളം സവാളയിൽ നിന്നൊക്കെ ഇറങ്ങും. അപ്പോൾ പാൽ ആദ്യമേ ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല. എന്നിട്ട് ഞാനിപ്പം തൈരിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് 2 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനെടുത്തത് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കത്തിൽ അരിയൊക്കെ എടുത്ത് കളഞ്ഞേ. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുമായിരുന്നു ഇതെല്ലാം കൂടെ. എന്നിട്ട് ദാണ്ടെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയുടെ പാനുണ്ടല്ലേ, അതിലിങ്ങനെ ഓരോ തവി ഒഴിച്ച് ചെറിയത് നമുക്ക് ഉണ്ടാക്കാം. ഒത്തിരി കട്ടിയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് വേവാൻ താമസം എടുക്കും. അതുപോലെ തീ ഒത്തിരിയായ ഈ കാബേജ് ചേർത്തത് കൊണ്ട് ആ കാബേജ് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഇച്ചിരി ഓയിൽ ചേർത്തിട്ട് അത് മൂളൊന്ന് വെന്ത് വരുന്നുണ്ടെ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് കാണാൻ ഇത്തിരി ഷേപ്പില്ലെങ്കിലും നല്ല ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാം. ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ നല്ല. ചപ്പാത്തി കഴിക്കാനുള്ളവർക്ക് ഞാൻ ബീഫ് അച്ചാറും ചപ്പാത്തിയും കൂടെ കൂട്ടി കൊടുത്തു. അപ്പോൾ എനിക്കിത് ഒത്തിരി സമയം എടുക്കുന്നതാണ്. പിന്നെ പാനിൽ ഇങ്ങനെ 2-3 എണ്ണമായിട്ട് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണമായിരുന്നു. പിന്നീട് നെയ്യ് ഉണ്ടാക്കണമായിരുന്നു. അപ്പം പാൽപ്പാടയ്ക്കകത്തുനിന്ന് എടുത്ത പാൽപ്പാട ഞാനിപ്പോൾ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തണുത്ത വെള്ളമില്ലാതെ ഞാൻ ഇന്നലെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ഉണ്ടാക്കിയായിരുന്നു. ആ ഐസ് എടുത്ത് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം നല്ല തണുപ്പതായിട്ട് കിട്ടുമല്ലേ. നമ്മൾ എടുത്ത് വെച്ച പാൽപ്പാടയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കും. എന്നിട്ട് ഇതൊരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇത് ഉരുക്കിയെടുക്കും. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.